ഇറാനിലെ ഇസ്ലാമിക പൗരോഹിത്യ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിനെതിരായ ജനകീയ കലാപം നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ആയത്തുള്ള അലി ഖമനേയിയുടെയും ഭരണകൂടത്തിന്റെ തന്ത്രപ്രധാന പദവികൾ വഹിക്കുന്ന മഹാപുരോഹിതന്മാരുടെയും ഇസ്ലാമിക വിപ്ലവ സേനകളുടെ മേധാവികളുടെയും ആഹ്വാനങ്ങളും ഭീഷണികളും തള്ളി ജനങ്ങൾ തെരുവുകളിൽ നിന്ന് പിന്മാറാൻ വിസമ്മതിക്കുന്നു. ഇന്റർനെറ്റ് അടക്കം വാർത്താ വിതരണ വിനിമയ സംവിധാനങ്ങളുടെ അഭാവത്തിലും പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഇപ്പോഴത്തെ പ്രക്ഷോഭ വേലിയേറ്റത്തിൽ ഇതിനകം 2500-ലധികം ഇറാൻ പൗരന്മാർ ഭരണകൂട ഭീകരതയുടെ ഇരകളായി. 17,000-ലധികം പേർ തടവുകാരാക്കപ്പെട്ടു. ജനകീയ പ്രതിഷേധത്തിൽ ഭരണകൂടം ആടിയുലയുകയാണ്. എന്നാലും എല്ലാ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളും എന്ന പോലെ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന പൗരോഹിത്യ ഭരണകൂടം ഒടുങ്ങാത്ത ദുർവാശിയോടെ സ്വന്തം ശവക്കുഴി തോണ്ടുന്നത് തുടരുന്നു. മറുവശത്ത് US സർവാധിപതി ഡൊണാൾഡ് ട്രംപ് കലാപം തുടരാൻ ഇറാൻ ജനതയെ ആഹ്വാനം ചെയ്യുകയും സൈനിക ഇടപെടൽ ഉടൻ ഉണ്ടാവുമെന്ന് വാഗ്ദാനം ചെയ്യുകയുമാണ്. മറ്റൊരു തലത്തിൽ US മേരിലാൻഡിൽ തൻ്റെ വസതിയുടെ സുരക്ഷിതത്വത്തിൽ നിന്നും മുൻ ഇറാനിയൻ ചക്രവർത്തി റസ പഹ്ലവിയുടെ മകൻ ഷാ മുഹമ്മദ് റസ പഹ്ലവി തൻ്റെ തിരിച്ചുവരവിനാണ് ജനങ്ങൾ തെരുവുകളിലിറങ്ങിയതെന്ന വ്യാമോഹത്തിൽ കലാപം തുടരാൻ ആഹ്വാനം ചെയ്യുന്നു. ഒരു കൂട്ടം മാധ്യമങ്ങൾ ഈ രാഷ്ട്രീയ ഹാസ്യം കൊണ്ടാടുന്നു. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഇറാൻ ആഴമേറിയ രാഷ്ട്രീയ സാമ്പത്തിക കുഴപ്പത്തിന്റെ ചുഴിയിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്നും പിന്നോട്ടു പോകാൻ കഴിയാത്ത വിധം സമൂലമാറ്റത്തിന്റെ നാൽക്കവലയിലാണ് എത്തി നിൽക്കുന്നതെന്നുമാണ്. പഹ്ലവി സ്വേച്ഛാധിപത്യത്തിനും ദുർഭരണത്തിനും സാമ്രാജ്യത്വ ദാസ്യത്തിനുമെതിരായ 1979 ജനകീയ വിപ്ലവം അവരിൽ നിന്നും കവർന്നെടുത്ത പൗരോഹിത്യ ഭരണകൂടത്തെ ഇറാൻ ജനത ഒരിക്കലും മനസ്സവരിച്ചിരുന്നില്ല. ജനകീയ വിപ്ലവത്തിന്റെ മുന്നണി പോരാളികളായിരുന്ന തൊഴിലാളി വർഗത്തെയും ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയടക്കം പുരോഗമന ജനാധിപത്യ ശക്തികളെയും ആസൂത്രിതമായി തകർക്കുകയും അതിൻ്റെ നേതൃത്വത്തെ ഉന്മൂലനം ചെയ്യുകയും വഴി ഇസ്ലാമിക ഭരണകൂടം ഇറാനിലെ ജനാധിപത്യ ശക്തികളെ അപ്പാടെ തുടച്ചു നീക്കിയിരുന്നു. ഇസ്ലാമിക വിപ്ലവ വാചാടോപത്തിന്റെ ആവരണത്തിലൊളിപ്പിച്ച പ്രാകൃത മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറ തകർത്തു. ഇസ്ലാമിക വിപ്ലവത്തിന്റെ കയറ്റുമതിയിലും അതിനായുള്ള യുദ്ധസന്നാഹങ്ങളിലും രാജ്യത്തിന്റെ വിഭവശേഷിയാകെ വിനിയോഗിച്ച ഭരണകൂടം ജനങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയും ലോക രാഷ്ട്രീയ സാമ്പത്തിക രംഗങ്ങളിൽ ഇറാനെ ഒറ്റപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഇറാന്റെ എണ്ണ, പ്രകൃതിവാതകം, ധാതുസമ്പത്ത് എന്നിവയിൽ എക്കാലത്തും കണ്ണുനട്ടിരുന്ന US അടക്കം പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾ അവ കൈയെടുക്കാനുള്ള കുൽസിത തന്ത്രങ്ങളുടെ ഭാഗമായി രാജ്യത്തിനെതിരെ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം ദേശീയ സമ്പദ് വ്യവസ്ഥയിലും ജനജീവിതത്തിലും മാരകമായ പ്രത്യാഘാതമാണ് സൃഷ്ടിച്ചത്. പലസ്തീൻ ജനതയ്ക്കെതിരെ US പാശ്ചാത്യ പിന്തുണയുടെ പശ്ചിമേഷ്യയിൽ തുടർന്നു വരുന്ന സാമ്രാജ്യത്വ അസ്ഥിരീകരണ രാഷ്ട്രീയം ഇറാന്റെ നിലനിൽപ്പിനെ തന്നെ വെല്ലുവിളിക്കും വിധം വളർന്നു. ഇറാൻ ജനത ഇന്ന് അഭിമുഖീകരിക്കുന്ന ആഴമേറിയ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിക്ക് സ്വേച്ഛാധിപത്യ ഇസ്ലാമിക ഭരണകൂടത്തോടൊപ്പം ആഗോള സമഗ്രാധിപത്യത്തിനു വേണ്ടി US, പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളും സയനിസ്റ്റ് ഇസ്രായേൽ ഭരണകൂട കൂട്ടുകെട്ടും ഉത്തരവാദികളാണ്. ഇറാൻ ജനത അതീവ ദുഷ്കരമായ ഒരു ത്രിമാന രാഷ്ട്രീയ വെല്ലുവിളിയാണ് നേരിടുന്നത്. രാജ്യത്തെയും ജനങ്ങളെയും കൊടിയ സാമ്പത്തിക ദുരിതത്തിലേക്കും വിവരണാതീതമായ മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്കും തള്ളിവിട്ട ഇസ്ലാമിക മതമൗലിക പൗരോഹിത്യ സ്വേച്ഛാധിപത്യത്തിൽ നിന്നുള്ള മോചനമാണ് ഒന്നാമത്തെ വെല്ലുവിളി. എണ്ണയടക്കം പ്രകൃതി സമ്പത്ത് കൊള്ളയടിക്കാനും ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്ന പശ്ചിമേഷ്യയിൽ രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവുമായി കാലുറപ്പിക്കാനുള്ള ഉറച്ച ഇടമായി ഇറാനെ നോക്കിക്കാണുന്ന US, പാശ്ചാത്യ സാമ്രാജ്യത്വ സയനിസ്റ്റ് കൂട്ടുകെട്ടിനെയും അവരുടെ ട്രോജൻ കുതിരയാവാൻ തയ്യാറെടുത്തു നിൽക്കുന്ന ഷാ മുഹമ്മദ് റസ പഹ്ലവിയെയും പ്രതിരോധിക്കുക എന്നതാണ് രണ്ടാമത്തെ വെല്ലുവിളി. ഇവ രണ്ടും സാധ്യമായാലും ഇറാനിൽ സമാധാനവും ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും പുരോഗതിയും സുസ്ഥിരതയും ഉറപ്പുവരുത്താൻ പ്രാപ്തമായ രാഷ്ട്രീയ ബദൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് മൂന്നാമത്തെ വെല്ലുവിളി. ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സുസംഘടിതമായ തൊഴിലാളി സംഘടനകളുടെയും പുരോഗമന സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെയും പുനരേകീകരണത്തിലൂടെ ഇപ്പോഴത്തെ ജനകീയ മുന്നേറ്റത്തിന് ശരിയായ ദിശാബോധം കൈവരിക്കാനാവൂ. ഇസ്ലാമിക പൗരോഹിത്യ ഭരണകൂടത്തിന്റെ പതനം ഏതാണ്ട് ഉറപ്പായ സാഹചര്യത്തിൽ അവർ അവശേഷിപ്പിക്കുന്ന രാഷ്ട്രീയ ശൂന്യത ആര് കൈയടക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇറാന്റെയും പശ്ചിമേഷ്യയുടെയും വലിയൊരളവ് ലോകത്തിന്റെയും ഭാവി നിർണ്ണയിക്കപ്പെടുക.